ഇനി നമുക്ക് കുഞ്ഞുങ്ങളിൽ വേറെ എന്തെല്ലാം നല്ല ശീലങ്ങൾ കുഞ്ഞുങ്ങളെ കൊണ്ടുവരാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ചെറിയ ചെറിയ പ്രായത്തിൽ തന്നെ ചിട്ടകൾ ഓരോന്നും പഠിപ്പിച്ചാൽ കുഞ്ഞുങ്ങൾക്ക് അത് പഠിച്ചു പോകും. അതായത് സ്കൂളിൽ പോകാൻ എത്ര സമയത്ത് എഴുന്നേൽക്കണം, എത്ര മണിക്ക് പോകണം, പ്രഭാത കർമ്മങ്ങൾ ചെയ്യുന്നത്, അതുപോലെ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ സ്കൂൾ ബാഗ് വെക്കുന്നത്, സ്കൂളിലെ ടിഫിൻ എടുത്ത് മാറ്റി വെക്കാൻ, അതിൻ്റെ ഷൂ ഊരാൻ, അതുപോലെ ദേഹം വൃത്തിയാക്കിയിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ. അങ്ങനെ വളരെ സ്നേഹത്തോടെ ഓരോ കാര്യങ്ങളും കർശനമായിട്ട് നമ്മൾ അത് ചെയ്തിരിക്കണം. അപ്പോൾ കുഞ്ഞുങ്ങൾക്കറിയാം സ്കൂളിൽ പോയിട്ട് വന്നിട്ട് ഇന്നതുപോലെ എൻ്റെ ബാഗ് എവിടെ വെക്കണം, ടിഫിൻ ബോക്സ് എവിടെ വെക്കണം എന്ന്. മിക്കവാറും കുഞ്ഞുങ്ങളെ ഇങ്ങോട്ട് സ്കൂളിൽ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ബാഗ് എടുത്തിട്ട് ഏറാം. പിന്നെ ഒരു കളി ചിരിയൊക്കെ കഴിഞ്ഞ് യൂണിഫോം ഒന്നും ഊരത്തില്ല. അപ്പോൾ അതൊക്കെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ ആദ്യമൊക്കെ ചെയ്യാൻ ഇച്ചിരി മടി കാണിച്ചാലും പിന്നീട് അവരത് ചിട്ടയായിട്ട് തന്നെ അത് ചെയ്യും. അതിലേ തന്നെ ചിട്ടയായിട്ടുള്ള ശീലങ്ങൾ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവരത് ശീലിച്ചോളും. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ മുന്നിലിരുന്നിട്ട് പുക വലിക്കാതിരിക്കുക, മദ്യപിക്കാതിരിക്കുക. അതുപോലെ മദ്യപിച്ചിട്ട് വന്ന് കുഞ്ഞുങ്ങളുടെ മുമ്പിലിരുന്നിട്ട് വഴക്കുണ്ടാക്കാതിരിക്കുക, ചീത്ത വർത്താനം പറയാതിരിക്കുക, മറ്റുള്ളവരെക്കുറിച്ച് കുറ്റങ്ങൾ പറയാതിരിക്കുക. അതൊക്കെ കുട്ടികൾക്ക് അതൊക്കെ കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കും. അതുപോലെ തന്നെ മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യാൻ പഠിപ്പിക്കുക. റിലേഷൻ, നമ്മളിപ്പം അമ്മയ്ക്കുള്ള സഹോദരി, അച്ഛന്, അമ്മ, അങ്ങനെയുള്ള കാര്യങ്ങൾ കുഞ്ഞുങ്ങളെ ആ റിലേഷൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അപ്പം നമ്മളിൽ ഉണ്ടാകുന്ന സ്വഭാവങ്ങളായിരിക്കും ആ കുഞ്ഞുങ്ങളും അനുകരിക്കാൻ ശ്രമിക്കുന്നത്. അത് ഓരോ അച്ഛനും അമ്മയും അത് ശ്രദ്ധിക്കണം. ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞത് അനുകരിക്കും. അത് ശരിയല്ല. നല്ല സ്വഭാവത്തോടു കൂടി എൻ്റെ കുഞ്ഞ് വളരണമെന്ന് ഓരോ അച്ഛനും അമ്മയും വിചാരിക്കണം. ഞാനീ പറയുന്ന കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം, പക്ഷേ പലരും നമ്മളത് ചെയ്യത്തില്ല. ചിലപ്പോൾ നമ്മൾ ദേഷ്യം വന്ന് കുഞ്ഞുങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ ആയിരിക്കും എന്തെങ്കിലുമൊക്കെ പറയുന്നത്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ ഒരു ശീലം കണ്ട് വളരുമ്പോഴായിരിക്കും വളർന്നു വരുമ്പോഴും അതേ വേറെ പല സ്വഭാവങ്ങളിലോട്ടും മാറ്റുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങൾ അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ ഉള്ളവർ എപ്പോഴും അവരുമായിട്ടും കൂടുതൽ സന്തോഷം, അവരുടെ സാന്നിധ്യം കൂടുതൽ ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായാലും അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും ഭയങ്കര സന്തോഷമായിരിക്കും, കുഞ്ഞുങ്ങൾക്കും അത് ഭയങ്കര സന്തോഷമായിരിക്കും. നമ്മൾ അച്ഛനും അമ്മമാരും ഇപ്പോൾ എവിടെയെങ്കിലും പോകുമോ അല്ലെ എന്തെങ്കിലും ജോലിയോ ഇതിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന സമയത്ത് ഈ കുഞ്ഞുങ്ങൾ അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെയൊക്കെ കൂടി ഇരിക്കുമ്പോൾ നമുക്കും ഒരു ആശ്വാസമായിരിക്കും. കുഞ്ഞുങ്ങൾ അവിടെ നിന്ന് കളിക്കുകയും കുഞ്ഞുങ്ങൾക്കത് ഭയങ്കര സന്തോഷം കൊടുക്കുകയും ചെയ്യും.